ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന 2023 അതായത് കഴിഞ്ഞ വർഷം നെറ്റ്ഫ്ലിക്സിൽ വന്ന ഒരു സൈഫൈ മിസ്റ്ററി പടമാണ് ദേ ക്ലോൺ ടൈറോൺ. കുറേ നല്ല പടങ്ങൾ വന്ന കൂട്ടത്തിൽ ഇതങ്ങ് അധികമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് യൂണീക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല സിനിമയാണ് ദേ ക്ലോൺ ടൈറോൺ. കഥയും കഥ പറഞ്ഞ രീതിയും മാത്രമായിരുന്നില്ല, ഈ പടത്തിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നതും കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. പഴയ ആ ഒരു ഫിലിമിലാണ് ഇവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക എസ്തെറ്റിക്സ് ഉണ്ട്. ആ ഒരു ഗ്രെയിൻസ് ഒക്കെ വെച്ചൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അത് ഈ ഒരു പടത്തിന്റെ മൂടെല്ലാം സെറ്റ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വെച്ചിട്ടുണ്ട്. പടം തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ സ്ഥിരം പല്ലവിയാണ്, അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടാവും. എന്നാൽ പോകെ പോകെ ഓരോ ട്വിസ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ ആ ഒരു സാധനം എല്ലാം മാറി നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കും. എന്ന് വിചാരിച്ച് നമ്മുടെ ചിന്താഗതികളിലേ ഇല്ലാത്തൊരു സാധനമൊന്നും അല്ല പടത്തിൽ വന്നേക്കുന്നത്. എങ്കിൽ പോലും അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യവും അതിന്റെ പൊളിറ്റിക്സും ഭയങ്കര റെലവെന്റ് ആണ്. സോ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നേരെ പടത്തിലേക്ക്. ദിസ് ഇസ് സിനിമാ സ്റ്റെല്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ദേ ക്ലോൺ ടൈറോൺ. പടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഗ്ലെൻ എന്ന് പറയുന്ന ഒരു ടൗൺ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻസ്, അതായത് ബ്ലാക്ക് പീപ്പിൾസ് കൂടുതലുള്ള ഒരു ടൗൺ ആണത്. മാത്രമല്ല അത്യാവശ്യം ക്രൈംസും ഡ്രഗ്സും ഈ പ്രോസ്റ്റിറ്റ്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഡ്രഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചെറുകിട ഡ്രഗ് ലോഡാണ് നമ്മുടെ നായകനായിട്ടുള്ള ഫൗണ്ടെയിൻ. അപ്പോൾ പുള്ളി വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മെല്ലെ പുറത്തോട്ട് ഇറങ്ങുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനെ കാണാൻ വേണ്ടി ഒരു ചെറിയൊരു പയ്യൻ വരുന്നുണ്ട്. സോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകനൊരു അനിയനുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും ഇപ്പം പറയുന്നില്ല. അപ്പോൾ അനിയന് ശേഷം പുള്ളിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു ചെറിയ പയ്യനാണ് ഇവൻ. നമ്മുടെ ഏരിയയിൽ അത്യാവശ്യം സീനൊക്കെ ആയിട്ടുള്ള ചേട്ടന്മാരുണ്ടെങ്കിൽ നമ്മളും അവരുടെ പിന്നാലെ പോകുമല്ലോ. അങ്ങനെയാണ് നായകന്റെ പിന്നാലെ ഇവനും വരുന്നത്. നായകനെ സംബന്ധിച്ച് ഇവനൊരു അനിയനെ പോലെയൊക്കെയാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് വണ്ടി പോകുന്നു. അപ്പോൾ ആ പയ്യൻ പറയുമോ, അണ്ണ ഞാൻ വന്നപ്പോൾ കണ്ടത് നമ്മുടെ സ്ഥലത്ത് വേറെ ഏതോ ഒരുത്തം വന്ന് സ്റ്റഫ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആരെന്താണെന്നൊന്നും മനസ്സിലായില്ല, നമുക്ക് നേരിട്ടൊന്ന് പോയി നോക്കാം. ഇത് കേട്ട നായകനും നമ്മുടെ സ്ഥലത്ത് വന്ന് ആരാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവനും അങ്ങോട്ട് പോവുക. നോക്കുമ്പോൾ ഇതേ ഫീൽഡിൽ ഇവൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഐസക്കിന്റെ ടീംസിൽ ഒരുത്തനാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇവർ രണ്ടുപേരും ഒരേ ഫീൽഡ് ആയതുകൊണ്ട് ഇവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരുടെ സ്ഥലത്ത് ഇവർ പോകാൻ പാടില്ല, ഇവരുടെ സ്ഥലത്ത് അവർ വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂളായിട്ട് ഇവന്റെ സ്ഥലത്ത് വന്ന് അവർ സാധനം വിറ്റുകൊണ്ടിരിക്കുക. അത് നമ്മുടെ നായകന് സഹിക്കോ ഇല്ല. നായകൻ നേരെ ഇറങ്ങി ചെന്ന് കാറും കൊണ്ട് അവനങ്ങ് ഇടിച്ചിട്ടു. എന്നിട്ട് അവനെയും പിടിച്ച് അവന്റെ കൈ ഓടിച്ച്, ഇനി മേല നീയും നിന്റെ ഐസക്കും കൂട്ടരും എവനെങ്കിലും എന്റെ ഏരിയയിൽ വന്ന് കുണയ്ക്കാൻ നിന്ന് കഴിഞ്ഞ് ഇത് അവസാനത്തെ ആയിരിക്കണം എന്നും പറഞ്ഞൊരു വാണിയും കൊടുത്ത് അവൻ അവിടെ നിന്ന് പോവുക. അടികൊണ്ട് താഴെ കടന്നവനും വെറുതെ ഇരുന്നില്ല, നേരെ ഐസക്കിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഫൗണ്ടെയിൻ ആ നാറിക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഐസക്കും ഫോൺ വെച്ചു. അവിടെ കെട്ടിയതിൽ വീണ്ടും നായകനെ കാണിക്കുക. നായകന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു റുട്ടീൻ പോലെയാണ്. രാവിലെ എഴുന്നേക്കും, ജിമ്മിൽ പോവും, എന്നിട്ട് നേരെ മാർക്കറ്റിൽ വന്ന് ഡ്രിങ്ക്സും പിന്നെ ഒരു സ്ക്രാച്ച് കാർഡും വാങ്ങും. ഡെയിലി കുറച്ച് നോക്കും വല്ല ക്യാഷ് കിട്ടുമെന്ന്, പക്ഷെ ഒന്നും കിട്ടത്തില്ല. എന്നിട്ട് വാങ്ങിയ ഡ്രിങ്ക്സിന്റെ കുറച്ച് വെളിയിലൊരു വയസ്സായി പുള്ളി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഇവർ തമ്മിൽ കൂടുതൽ സംസാരമൊന്നുമില്ല, വരും ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കും, തലയാട്ടും പോകും. എന്നിട്ട് പുള്ളിയുടെ വർക്ക് ചെയ്യും, പുള്ളിയുടെ ഗ്യാങ്ങിന്റെ കൂടെ ഇറങ്ങിയിട്ട് അന്നത്തെ പരിപാടികളൊക്കെ ചെയ്ത് വൈകിട്ട് വീട്ടിൽ വരും. പുള്ളിക്ക് ഒരു അമ്മയുണ്ട്. അമ്മ ഫുഡ് കഴിക്കാൻ ഇന്ന് പുറത്ത് പോയാലോ എന്ന് പറഞ്ഞ് അവൻ ഡോറ് നോക്ക് ചെയ്യും. ഇല്ല മോനെ ഞാനിന്ന് പുറത്തുനിന്ന് കഴിച്ചായിരുന്നു. മോൻ കഴിച്ചിട്ട് കിടന്നു എന്ന് പറഞ്ഞ അമ്മ. എന്നിട്ട് ഇവനും റൂമിൽ കയറും, ഫുഡ് കഴിക്കും, ടി വി കാണും. ടി വിയിലാണെങ്കിൽ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പരസ്യം കാണുന്നുണ്ടാവും. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ നായകന്റെ റുട്ടീൻ ലൈഫ്. അപ്പോഴാണ് അന്നത്തെ കളക്ഷനൊക്കെ ആയിട്ട് ഇവന്റെ ഗ്യാങ്ങിലെ വേറൊരു മെമ്പർ ഇവന്റെ വീട്ടിലോട്ട് വരുന്നത്. അണ്ണാ എല്ലാം ഓക്കെയാണ്, പക്ഷെ മറ്റവനുണ്ടല്ലോ ചാൾസ് പിമ്പ്, അവൻ ഒരേ മൊടയാണ് അണ്ണാ. കാശി ചോദിച്ചാൽ ഇന്നില്ല നാളെയാണ്. അവൻ ഒരു നടക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല, അത് അണ്ണനൊന്ന് ഡീൽ ചെയ്യേണ്ടി വരും. ചാൾസ് തേണ്ടി അവൻ കുറച്ച് നാളെ അവൻട്ട് ഞാൻ ഓങ്ങി വെച്ചേക്കുമായിരുന്നു. അവനിപ്പോൾ അവൻ്റെ സ്ഥിരം സ്ഥലത്തല്ല, ഞാനിപ്പോൾ നേരിട്ട് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഫൗണ്ടെയിൻ അവനെ കാണാൻ വേണ്ടി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ കെട്ടത്തിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ ചാൾസിനെ കാണിക്കുകയാണ്. ഈ ചാൾസ് ആരാണ്? അവിടുത്തെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു പിമ്പാണ് അവൻ. കുറേ പെണ്ണുങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഇവനാണ്. അപ്പോൾ അങ്ങനെ ഇവൻ്റെ കൂടെയുള്ളൊരു പെണ്ണുമായിട്ട് അവിടെ വൻ അടി. ഇവളുടെ പേരില്ലേ, അത് അതിനേക്കാൾ അടിപൊളിയാണ്, യോയോ. അപ്പോൾ യോയോയും ചാൾസും ഇവ എന്തോ സംസാരിച്ച് വൻ അടി ആയിരിക്കുക. ഇവിടെ ചാൾസിനോട് വഴക്കിട്ട് അവിടുന്ന് പോകുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ ഫൗണ്ടെയിൻ കടന്നു വരുന്നത്. ഹേ ഫൗണ്ടെയിൻ, നീ എന്താ ഇവിടെ? സുഖല്ലട മോനെ. അവൻ മൂടുകൊണ്ട് പോലും മൈൻഡ് ചെയ്യാതെ നേരെ വീടിനുള്ളിൽ കയറി അവിടെ മൊത്തം അരിച്ച് വെറുക്കാൻ തുടങ്ങി. എന്നിട്ട് ചാൾസ് ഒളിപ്പിച്ച് വെച്ചതിൽ ഇവന് കിട്ടാനുള്ള കാശ് മാത്രം എടുത്തിട്ട് ഒരു വാണിംഗ് കൊടുത്ത് അവൻ അവിടെ നിന്ന് പോവുക. അതിന് കാറിൽ കയറി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിൽ നമ്മുടെ ഐസക്കിന്റെ കാർ വന്നിരിക്കുന്നു. അവന്മാർ വെറുതെ വന്നതല്ല, ഇങ്ങനെ ഒന്നും നോക്കിയില്ല, വന്നു ഇവനെ ഷൂട്ട് ചെയ്തിട്ട് അവരങ്ങ് പോയി. കാറിൽ വെടികൊണ്ട് കിടക്കുന്ന നമ്മുടെ ഫൗണ്ടെയിൻ്റെ ബോഡിയുടെ അങ്ങോട്ട് ക്യാമറ പോകുമ്പോൾ അടുത്ത് കട്ടെന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കൊണ്ടിരുന്ന ഫൗണ്ടെയിനെ കാണിച്ചിട്ടാണ്. അവനും ക്യാഷ്വലായിട്ട് എഴുന്നേക്കുന്നു, അവൻ്റെ സ്ഥിരം റുട്ടീൻ, ജിമ്മിൽ പോകുന്നു, മാർക്കറ്റിൽ ചെല്ലുന്നു, ഡ്രിങ്ക്സും ആ ഒരു സ്ക്രാച്ച് കാർഡും വാങ്ങുന്നു, സ്ക്രാച്ച് ഉരച്ച് നോക്കുന്നു, കിട്ടുന്നില്ല. വാങ്ങിയ ഡ്രിങ്ക്സിലെ കുറച്ച് ആ ഒരു വയസ്സിന് ഒഴിച്ചു കൊടുത്ത് പുള്ളിയും കുടിക്കുക. അങ്ങനെ ഇവൻ വെളി നിൽക്കുന്ന സമയത്ത് ഏതോ ഒരുത്തൻ ദൂരത്ത് ഇങ്ങനെ മെല്ലെ ഇഴഞ്ഞ് വയ്യാണ്ട് നടന്നു വരുന്ന രീതിയിൽ അവൻ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അയാളുടെ പിന്നാലെ വലിയൊരു കറുത്ത കാറ് വന്നിട്ട് അയാളെ തൂക്കിയെടുത്തിട്ട് അങ്ങ് പോവുക. ഇത് കാണുന്ന ഫൗണ്ടെയിൻ ഒന്നും
മനസ്സിലാവുന്നില്ല ആരവന്മാർ എന്ത് സംഭവിക്കുന്നതെന്നൊന്നും. ഏതോ ഒരുത്തനെ തട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ് ക്യാഷ്വൽ ആയിട്ട് അങ്ങ് വിട്ടു. എന്നിട്ട് ഫൗണ്ടൻ അവൻ്റെ പണിക്ക് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു, അമ്മയോട് സംസാരിച്ചു, നേരെ TV ഓണാക്കി, ആ ഒരു ആഡ് കണ്ടു. പുള്ളിയുടെ സ്ഥിരം പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കാണുന്ന നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ അവിടെ സംഭവിക്കുന്നത്. കുറച്ച് മുമ്പ് വെടികൊണ്ട് വീണവൻ എന്താ ഇങ്ങനെ ക്യാഷ്വൽ ആയിട്ട് നടക്കുന്നതെന്ന്. ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവന് ഇന്നലെ നടന്ന കാര്യം ഒന്നും തന്നെ ഓർമ്മയില്ലെന്ന്. അവിടുന്ന് ഫൗണ്ടൻ നേരെ ചെല്ലുന്ന ചാൾസിനെ കാണാൻ വേണ്ടിയാണ്, കളക്ഷൻ എടുക്കാൻ വേണ്ടി. ഇവന് ഓർമ്മയില്ല ഇന്നലെ ചാൾസിനെ വീട്ടിൽ പോയതും കാശ് വാങ്ങിയിട്ട് ഒന്നും അറിയുന്നില്ല അവൻ. എന്നാൽ ചാൾസിന്റെ അവിടെ പോയി ഡോർ നോക്കിയ സമയത്താണ് അവൻ പേടിച്ചു പോകുന്നത്. എന്താണ് ഇവനെങ്ങനെ ജീവനോടെ എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇവനില്ല. ചാൾസ് മര്യാദയ്ക്ക് ഡോർ തുറന്നോ ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട ഞാൻ തന്നെ ഓർക്കാം. ചാൾസ് നിന്റെ മുട്ടിനായോ ഒന്നും പറ്റത്തില്ല, കാശും കിടക്ക്. ഡ്യൂഡ്, കാശല്ല ഇവിടുത്തെ പ്രശ്നം. നീ എങ്ങനെ ജീവനോട് ഇവിടെ നിൽക്കുന്നു? ദേഹത്ത് മൊത്തം തുളയായിട്ട് നീ കട്ടിൽ കിടക്കേണ്ടതല്ല, നീ എങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? നീ ഫൗണ്ടൻ ഇത് നീ എന്താ ഇവിടെ നടക്കുന്നത്? ചാൾസ് എന്ത് പിച്ചും പേയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ സത്യം ഇടുന്നില്ല, ഏതൊക്കെയോ അവന്മാർ വന്ന് നിന്നെ ഷൂട്ട് ചെയ്തിട്ട് പോടാ. 1-2 പ്രാവശ്യമല്ല 6 ബുള്ളറ്റ് ആയിരുന്നു. നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ യോയോയെ കണ്ട് സംസാരിച്ചാൽ മതി. അവൾ നിന്നെ കണ്ടായിരുന്നല്ലേ. എന്തോ എവിടേക്ക് ഒരു പന്തികാരുണ്ടെന്നുള്ള കാര്യം ഫൗണ്ടന് മനസ്സിലായി, പക്ഷെ എന്താ ഏതാന്നുള്ള കാര്യം ഇവൻ അറിയുന്നില്ല. അപ്പോൾ ഇവൻ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് അറിയാൻ യോയോയെ കാണാൻ ഇവർ രണ്ടുപേരും ചെല്ലുക. അവൾ ആ ഒരു സമയത്ത് വേറൊരു ക്ലയന്റിൻ്റെ കൂടെ നിന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് അവളെയും കൂട്ടിക്കൊണ്ട് ഇവർ രണ്ടുപേരും ചെല്ലുന്നു. അപ്പോൾ യോയോ, നീ ഇന്നലെ രാത്രി എന്നെ കണ്ടായിരുന്നോ? ചാൾസ് പറഞ്ഞ പോലെ തന്നെ ഇവള് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൾ വന്ന് നോക്കിയ സമയത്ത് ഇവന്റെ കാറിൽ നിന്ന് ഇവന്റെ ബോഡി എടുത്ത് ഏതൊക്കെയോ അവന്മാർ വേറൊരു കാറിലിട്ട് കൊണ്ടുവന്ന് ഇവള് കണ്ടിട്ടുണ്ട്. അതേപോലെ ഇരിക്കുന്ന ഒരു കാറ് ഇവളടുത്ത് ഏതൊരു വീട്ടിൽ ഇവള് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ യോയോയിൽ നിന്നും ഇവർ രണ്ടുപേരും അറിയുന്നുണ്ട്. അങ്ങനെ യോയോ ഒരു കാറ് കണ്ടു എന്ന് പറഞ്ഞ സമയത്തിലേക്ക് ഇവർ 3 പേരും ചെല്ലുക. നോക്കുമ്പോൾ കാർ രാവിലെ ഏതോ ഒരു തന്നെ തട്ടിക്കൊണ്ടുപോയ ഒരു കറുത്ത കാറുണ്ടല്ലോ, അതേ കാറാണ് ആ നിൽക്കുന്നത്. അപ്പോൾ ആരവന്മാരെന്ന് അറിയാൻ വേണ്ടി ഇവർ 3 പേരും ആ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. ആദ്യം ഇവർ രണ്ടുപേരും വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ നിന്നാ, പക്ഷേ നമ്മുടെ ഫൗണ്ടൻ വിട്ടില്ല. ഇവരും വീടിനുള്ളിൽ കയറുന്നു. വീടിനുള്ളിൽ നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനും ഇല്ല. അതൊരു വീട് സെറ്റപ്പും അല്ല. ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു വീടുണ്ടാകുമ്പോൾ അവിടെ എന്തായാലും ഒരു അണ്ടർഗ്രൗണ്ടും ഒരു ലിഫ്റ്റൊക്കെ ഉണ്ടാവണമല്ലോ, അതേപോലെ ഇവിടെയും ഉണ്ട്. അങ്ങനെ ഒരു 3 പേരും ആ ഒരു ലിഫ്റ്റിൽ കയറുന്നു. താഴെ എന്താണെന്ന് അറിയാൻ വേണ്ടി തോക്കൊക്കെ പിടിച്ച് ഇങ്ങനെ റെഡി ചെയ്തിരിക്കുക. ഇവർ ചെന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു വലിയൊരു ലബോറട്ടറി തന്നെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു മൂലയ്ക്കായിട്ട് ഒരു ചങ്ങായി മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കഴുത്തിന് കുത്തിപ്പിറിച്ച് തോക്കും ചൂണ്ടി അവനോട് നീ ആരാ എന്താന്നൊക്കെ ചോദിച്ചറിയുന്നു. അവിടെ സർപ്രൈസിംഗ്ലി ഇവന് നമ്മുടെ നായകനെ അപ്പം തന്നെ മനസ്സിലായി. ഫൗണ്ടനെ നീ എന്തിനാ വന്നതെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മാത്രമല്ല ഞങ്ങൾ ഒരുപാട് അടുത്തുണ്ട്, അതുകൊണ്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. ഇവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ചാൾസും യോയും ആ സ്ഥലം എല്ലാം ചുറ്റി കണ്ടുകൊണ്ടിരിക്കുക. അവിടെ കുറെ കെമിക്കൽസും കുറെ ഒരു വെള്ള കളറിൽ പൗഡറൊക്കെ ഉണ്ട്. ഡ്രഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചാൾസും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കൊള്ളാലോ സാധനം എന്നും പറഞ്ഞ് അതിൽ നിന്ന് കുറച്ച് ഇവൻ പൊതിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുന്നു. മറ്റവന്റെ നോട്ടത്തിൽ എന്തൊരു സംശയം തോന്നി നമ്മുടെ ഫൗണ്ടൻ ചാൾസിനോട് ഇവനെ നോക്കാൻ പറഞ്ഞിട്ട് ഇവൻ ഈ സ്ഥലമെല്ലാം നോക്കി കാണുക. അപ്പോൾ അവിടെ സൈഡിൽ ഒരു ബോർഡ് ഇങ്ങനെ മൂടി വെച്ച രീതിയിൽ ഇവൻ കാണുക. ഇതേ സമയം മറ്റവനെ നോക്കാൻ ഏൽപ്പിച്ച് നമ്മുടെ ചാൾസ് ആണെങ്കിൽ ഒരു ബന്ധമില്ലാത്ത സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിൽ തോക്കും ചൂണ്ടി പിടിച്ചിട്ടാണെന്ന് ഓർക്കണം. അപ്പുറത്തെ യോയോ ആണെങ്കിൽ വലിയ സയന്റിസ്റ്റ് കളിക്കാൻ വേണ്ടി പോയി. അവിടെ ഉണ്ടായിരുന്ന 2-3 കെമിക്കലൊക്കെ ഒരുമിച്ച് ഒഴിച്ച് എന്തൊക്കെയൊക്കെയോ അവൾ ചെയ്യുന്നു. അപ്പോൾ ചോദിച്ചറിയാനുണ്ടായിരുന്ന അവനും മരിച്ചു. ഫൗണ്ടൻ നമുക്കിവിടുന്ന് വേഗം പോകാമെന്ന് പറഞ്ഞ് അവനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ അവൻ കണ്ടത് എന്താണെന്നറിയോ? അതിനേക്കാളും വലിയൊരു സാധനം. ഇവൻ്റെ നമ്മുടെ നായകൻ്റെ ബുള്ളറ്റ് കൊണ്ട് ആ ഒരു ഡെഡ് ബോഡിയാണ് അവിടെ കിടക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു ലാബിൽ അലാറമൊക്കെ അടിക്കുന്നു. ഇവർ പെട്ടെന്ന് തന്നെ ആ ഒരു വീട് വിട്ട് വെളിയിലോട്ട് വരിക. ഇവർ ആ ഒരു സ്ഥലം വിട്ട് പോകുന്ന സമയത്ത് നായകന് തലയെല്ലാം കറങ്ങുമോ, കാരണം അവനൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ കിട്ടിയതിൽ പിറ്റേ ദിവസം നമ്മുടെ ഫൗണ്ടൻ എന്ത് ചെയ്തു? അവൻ്റെ പിള്ളേരെ കൂട്ടിക്കൊണ്ട് നേരെ ആ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. ആരവന്മാരെന്നൊക്കെ അറിയാൻ വേണ്ടി നേരെ ആ വീട്ടിലോട്ട് തന്നെ ചെല്ലുക. ചെന്ന് നോക്കുമ്പോൾ എന്താ, ഒബ്വിയസ്ലി ഇവർ ഇന്നലെ കയറിയ വീട് പോലെ തോന്നുന്നില്ല. കംപ്ലീറ്റ് മേക്ക് ഓവർ ആണ്. കാരണം അവിടെ അങ്ങനെ ഒരു ലിഫ്റ്റും ഇല്ല, ലാബും ഇല്ല, ഒന്നുമില്ല. അണ്ണ എന്താ അത്, ലിഫ്റ്റ് ഉണ്ട് ലാബ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു തേങ്ങയില്ലല്ലോ അണ്ണ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ ഉള്ളവർ ഇവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കണ്ടതാണ് ശരിക്കും ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇവനും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഭയങ്കര ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് വിട്ടുപോവുക. എങ്ങോട്ടായിരിക്കും? ബാക്കി രണ്ടിടത്തിന്റെ അടുത്തോട്ട്, ചാൾസിനെയും യോയോയും കാണാൻ വേണ്ടി. കാരണം ഇവൻ കണ്ടതെല്ലാം കണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമാണ്. അങ്ങനെ ഇവർ 3 പേരും ഇപ്പോൾ യോയോൻ്റെ വീട്ടിലാണ് കൂടിയേക്കുന്നത്. യോയോ ബേസിക്കലി ഈ പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ, അഡ്വഞ്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അവൾ അങ്ങനത്തെ ആ ഒരു നാൻസി ഡ്രൂ, ഷെർലക് ഹോംസ് അങ്ങനത്തെ കുറേ ബുക്സൊക്കെ അവൾ വായിക്കാറുണ്ട്. അവളുടെ വീട് മൊത്തം അതാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ചാൾസ് പറയുമോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ഇങ്ങനെ ഇവൻ പറയാനുള്ള കാരണം എന്താ? ഇവൻ ആൾറെഡി ഒരുത്തനെ പൂജിയിട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇനി എന്ത് വരും എന്നുള്ള പേടി ഇവനുണ്ട്. അത് ഞാനല്ലായിരുന്നു. ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അത് ഞാനല്ല. ഞാനാണ്, എനിക്കറിയാതെ. നീ അല്ല, അത് നീ തന്നെയാണ്. നിന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടല്ലേ. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കില്ല, എൻ്റെ മുത്തശ്ശി അവിടെ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഐ നോ ദാറ്റ്. അവിടെ എന്തായിരുന്നു ഏതായിരുന്നു എന്ന കാര്യം നമുക്കിപ്പം മനസ്സിലാവില്ല. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഏതോ ഒരു ടീംസ് നിന്നെ വെച്ച് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് സമാധാനപ്പെടും, എന്നാലേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതെ, ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഒരു കുഴിമന്തി കഴിച്ചാലാ എന്നിങ്ങനെ അൺടൈമിൽ ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞ് ചാൾസ് ഇവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് പോവുക. അങ്ങനെ ഇവർ ചെല്ലുന്നതോ ആ ഒരു ആഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് ഉണ്ടല്ലോ, അവിടേക്കാണ്. ഇൻഫാക്ട് ആ ഒരു ടൗണിൽ തന്നെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇവരും അവിടെ ഇരുന്ന് ഇവരിനി അടുത്ത് ഇനി എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞതും അത്രയും സീരിയസ് കാര്യം സംസാരിക്കുന്ന ഇവരും എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ചുറ്റുമുള്ള എല്ലാ കസ്റ്റമേഴ്സും ഒരേ ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ എന്തിനാ ചിരിക്കുന്നത് ഏതിനാ ചിരിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുക. ചിക്കൻ കഴിക്കും തോറും അവരുടെ ചിരി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ചാൾസിന് ഒരു ഡൗട്ട് അടിക്കുന്നത്, എന്തോ എവിടെ ഒരു പന്തികേട് ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഇന്നലെ രാത്രി ഇവൻ ഇതേപോലെ ആ ഒരു ലാബിൽ നിന്ന് ഒരു പൊടി കഴിച്ചല്ലോ, ഡ്രഗ് ആണെന്നോർത്ത് അവൻ കഴിച്ച ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കഴിച്ച ശേഷമാണ് അവനും ആവശ്യമില്ലാതെ ചിരിച്ചത്. ആ ചിരിയുടെ അവസാനമായിരുന്നു മറ്റവൻ മരിച്ചതും. സോ ഇപ്പം ഇവർ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫുഡിനകത്തും അതേപോലെ വല്ല സബ്സ്റ്റൻസ് ഉണ്ടാവും, അതിന്റെ എഫക്ട് കാരണമാണ് നമ്മൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവൻ തിരിച്ചറിയുന്നു. തുടർന്ന് ഇവർ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ചിക്കൻ ഇവൻ തട്ടിക്കളയുക. ഈ വിഷയം ഇവർ രണ്ടുപേരോടും ഇവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഏതാണ്ട് ഒരു പരിപാടി മനസ്സിലായെങ്കിലും ഇതിനകത്ത് ശരിക്കും അവരെന്താ ചെയ്തതെന്നുള്ള കാര്യം ഇവർക്ക് അറിയുന്നില്ല. ഈ ചിക്കനകത്ത് അവരെന്താണ് ശരിക്കും കലർത്തിയത് എന്നറിയാൻ വേണ്ടി യോയോ അവിടുത്തെ മാനേജറിനെ സംസാരിച്ച് വളയ്ക്കാൻ വേണ്ടി നോക്കി. അവൾ വളച്ചെടുക്കുന്നുണ്ട്. ഏത് എനിക്ക് ഭയങ്കര ദാഹം, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ഇവിടെ ചേട്ടനാന്ന് പറഞ്ഞ് നിൽക്കുന്നത്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ് അവൻ പോകുന്നു. യോയോ അപ്പോഴേക്കും ആ ഒരു സ്ഥലം എല്ലാം അരിച്ചു കൊടുക്കുന്നു. അപ്പൊ മീശയിലുണ്ടായിരുന്ന റെക്കോർഡർ ഓണാക്കി നോക്കിയ സമയത്ത് അതിലൊരു വോയിസ് വരികയാണ്. ഏതോ ഒരു കോമ്പൗണ്ട് എച്ചിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്. സോ നമ്മുടെ ടെസ്റ്റിംഗിൽ സബ്ജക്റ്റിൽ ആ ഒരു പ്ലഷർ ഇൻഡ്യൂസിങ് എഫക്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. പൗഡർ കൺസ്യൂം ചെയ്ത് 44 സെക്കൻഡിന് ശേഷം നല്ല പോലുള്ള ചിരിയും എന്ത് ചോദിച്ചാലും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം 25% ആളുകൾക്ക് മസിൽ കോൺട്രാക്ഷൻ പോലുള്ള സൈഡ് എഫക്ട്സും കാണിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബീറ്റ 3 നിന്നും 11261 സൈനിങ് ഓഫ് എന്നിങ്ങനെ ഒരു വോയിസ് ആണ് ആ ഒരു റെക്കോർഡിനകത്ത് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് ഇവൾ ഉള്ളിലോട്ട് കയറി നോക്കിയപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് TV ഇരിക്കുന്നുണ്ട്. അതിലെല്ലാം ഉള്ളത് CCTV ആണ്. അപ്പൊ കടയുടെ വിഷ്വൽസ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ അല്ല, ആ ഇരിക്കുന്നത് മൊത്തം ഗ്ലെൻ എന്ന് പറയുന്നത് ഇവരിയ്ക്കുന്ന ഈ ഒരു ടൗൺ ഉണ്ടല്ലോ, ആ ഒരു ടൗണിന്റെ മൊത്തമുള്ള CCTV ആക്സസ് ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. സോ ഹോൾ ടൗൺ തന്നെ ഇവരുടെ ഒബ്സർവേഷനിലാണ്. സോ ഇതൊരു വലിയൊരു നെറ്റ്വർക്ക് ആണെന്നുള്ള കാര്യം ഇവിടെ തിരിച്ചറിയുന്നു. വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടായി വെളിയിൽ വന്ന് കണ്ടതും കേട്ടതുമായ കാര്യം ഇവർ രണ്ടുപേരോടും പറഞ്ഞു കൊടുക്കുന്നു. ഇവർ എത്ര വലിയ ഗ്രൂപ്പാണെന്ന് അറിയില്ലെങ്കിലും ഹോൾ ടൗൺ തന്നെ ഇവരുടെ കൺട്രോളിലാണ്. സോ ഇവർ നമ്മളെയൊക്കെ വെച്ച് എന്തോ ഒരു വലിയ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് മാത്രം ഉറപ്പാണ്. അപ്പൊ ചാൾസ്, എന്റെ പൊന്നിയോയോ നീ കുറെ പുസ്തകമൊക്കെ വായിച്ചത് നിന്റെ കുറെ ഡിക്റ്റേറ്റീവ് തലയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത് എന്നിങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചിക്കൻ കടയിലേക്ക് ഒരു വാനിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് ഇറക്കുന്നുണ്ട്. കുറെ ചെറിയ പെട്ടിപ്പെട്ടികളായിട്ട് ആ ഒരു കടയിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവരുടെ പിന്നാലെ പോയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഇവരെ ഫോളോ ചെയ്ത് ഇവർ 3 പേരും പോവുക. ഫ്രൈ ചിക്കൻ ഷോപ്പ് കഴിഞ്ഞ് ഈ ഒരു വാൻ നേരെ ചെല്ലുന്ന ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ്. അവിടേക്കും ഇതേ പെട്ടികൾ തന്നെ അവർ ഇറക്കി വിടുന്നുണ്ട്. നീ ആ വാൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിനകത്ത് എന്താണെന്ന് നോക്കുന്നത് പറഞ്ഞ് ചാൾസിനെ ഏൽപ്പിച്ച് ഇവർ രണ്ടുപേരും നമ്മുടെ നായകനും അതേപോലെ തന്നെ യോയോയും ആ ബ്യൂട്ടി പാർലറിലേക്ക് കയറി ചെല്ലുക. അങ്ങനെ ഉള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്താണ് ഈ ഒരു വാനിനകത്ത് കൊണ്ടുവന്ന പെട്ടിക്കകത്ത് മൊത്തം ഉണ്ടായിരുന്ന എന്തോ ഒരു തരത്തിലുള്ള ഒരു ഹെയർ ക്രീം ആയിരുന്നു. അത് മാത്രമല്ല വേറെ കുറെ കോസ്മെറ്റിക് പ്രോഡക്ട്സും ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ഉള്ളവർ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കത് തലയിൽ തേച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അവരിങ്ങനെ എന്തോ മയങ്ങി ഒരുമാതിരി കിറിങ്ങിയ മട്ടിലേക്ക് മാറുന്നു. സോ ഫ്രൈഡ് ചിക്കനിൽ മാത്രമല്ല ഇവർ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സിലും ഈ പറയുന്ന കോമ്പൗണ്ട് എച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. ഇപ്പോഴും ഇവർക്ക് വലിയ ഐഡിയ ഇല്ല എന്താണ് ഈ കോമ്പൗണ്ട് എച്ച്, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് ഒന്നും അറിയത്തില്ല. അവിടെ കെട്ടിയത് ചാൾസിനെ കാണിക്കുമ്പോൾ അവൻ ആ വാൻ മൊത്തം അരിച്ചു പറയിക്കൊണ്ടിരിക്കുക. അതിൽ ഫ്രൈഡ് ചിക്കന് പോകാനുള്ളതും കോസ്മെറ്റിക് പ്രോഡക്ട്സിനും പുറമെ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, ഗ്രേപ്പ് ജ്യൂസ്. കൂടെ തന്നെ ഒരു ID കാർഡും കണ്ടു. അപ്പോൾ അത് അവൻ വേഗം തന്നെ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ചാൾസിന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു പൊടി അവന്മാർ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതേ സമയം ഇവർ രണ്ടുപേരും അവിടുന്ന് ഒരു സാധനം എടുത്ത് പുറത്ത് വരാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്ക് അവിടേക്ക് ഫൗണ്ടന്റെ ശത്രുവായിട്ടുള്ള ഐസക് അങ്ങോട്ട് വരുന്നു. ഹേ ഡേ, നീ എങ്ങനെ ജീവനോട്? നീ എന്റെ ഈ 2 കൺമുമ്പിലല്ലേ ചത്ത് വീണത്, നീ എങ്ങനെയാ ജീവനോടുള്ളത്? നായകനാണെങ്കിൽ ഇവനെ വലിയതായിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. നീ വെയിറ്റ് ചെയ്യേ, ഞാൻ എന്റെ മുടി വെട്ടിയിട്ട് ഞാൻ നിനക്ക് വരുന്നുണ്ട്, നീ ഇത് കണ്ടാ? ഇല്ല, ഒരു മിനിറ്റ്, ഇത് കണ്ടാ? വാണ്ട നീ എന്നും പറഞ്ഞ് ഇവൻ ഓക്കെടാ നീ സമയം പോലെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫൗണ്ടൻ അവിടെ നിന്ന് പോവുക. ഈ ഗ്യാപ്പിൽ അവിടുത്തെ ഡെലിവറിയും കഴിഞ്ഞ് ആ ഒരു വാനിൽ വന്നവർ ആ വാനും എടുത്തിട്ട് പോയി. ആ വാൻ്റെ ഉള്ളിൽ ആരാ? നമ്മുടെ ഇവനുണ്ട്, ചാൾസ് ഉണ്ട്. പൊട്ടം വണ്ടിക്കകത്ത് കയറിയിട്ട് തിരിച്ചറിയാൻ ഗ്യാപ്പ് കിട്ടിയില്ല. ഇവർ ഓടിപ്പടിച്ച് വെളി വന്നപ്പോഴേക്കും ആ ഒരു വാൻ വിട്ടുപോയി. അപ്പോൾ ആ വാൻ എങ്ങോട്ടാ പോയേ എന്താന്നുള്ള കാര്യം ഇവർക്ക് അറിയുന്നില്ല. അപ്പോൾ യോയോ ആ ഒരു പാർലറിൽ നിന്നെടുത്ത് ആ ഒരു പെട്ടിയിൽ നോക്കുന്ന സമയത്താണ് സ്ട്രെയിറ്റർ ഈസ് ഗ്രേറ്റർ എന്ന് എഴുതിയേക്കുന്നത്. ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ ഫൗണ്ടൻ ഒരു കാര്യം സ്ട്രൈക്കായി. എന്ത്? ആ മാർക്കറ്റിന്റെ വെളിയിലിരിക്കുന്ന ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന സ്ട്രെയിറ്റർ ഈസ് ഗ്രേറ്റർ എന്ന് പറയുന്ന കാര്യം പറയാറുണ്ട്. തുടർന്ന് ഇവർ രണ്ടുപേരും അയാളെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുക. സ്ട്രെയിറ്റർ ഈസ് ഗ്രേറ്റർ, അതിന്റെ അർത്ഥം എന്താ? ഫ്രോഗ് എന്ന് പറഞ്ഞ് ഇയാളോട് ചോദിക്കുന്നു. ഇയാളെ ഇവരുള്ളവർ വിളിക്കുന്ന ഫ്രോഗ് എന്നാണ്. പുള്ളി ഇവൻ ആൾറെഡി കൊടുത്ത് വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ കിറിങ്ങിയിരിക്കുന്ന സമയത്ത് ഇവനോട് വന്ന് ചോദിക്കുമ്പോൾ അവൻ എന്തൊക്കെയൊക്കെയോ പറയുന്നു. തലയ്ക്കുള്ളിൽ, തലയുടെ പുറത്ത്, തലയ്ക്കകത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ മറുപടി പറയാം. ബട്ട് അതിന്റെ കൂടെ തന്നെ നിനക്ക് ഉത്തരങ്ങൾ കിട്ടാൻ നീ എങ്ങോട്ട് പോകുമോ അവിടെയാണത്. ഇത് കേട്ട നമ്മുടെ യോയോയ്ക്ക് അവളുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് ഒക്കെ ഓണായി. ചർച്ച്, ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെല്ലുന്ന സ്ഥലം ചർച്ച് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ടൗണിലുള്ള ആ ഒരു ചർച്ചിലോട്ട് ചെല്ലുന്നു. നോക്കുമ്പോൾ പള്ളിയുടെ വെളിയിൽ തന്നെ ആ ഒരു വണ്ടി അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് എന്നിട്ട് ചാൾസ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവൻ അതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ലോക്ക് തുറന്ന് അവനെയും പുറത്തിറക്കുന്നു. അതിനുശേഷം ഇവർ 3 പേരും ആ ഒരു ചർച്ചിലോട്ട് കയറി ചെല്ലുക. നോക്കുമ്പോൾ ശരാശരി ഒരു പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. 89th ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞ് അവിടെ റോക്ക് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ചാടുവാണ്. ജസ്റ്റ് ലൈക്ക് എന്തോ DJ പാർട്ടി നടക്കുന്ന പോലെ. അതും പള്ളിയിൽ കുർബാന നടക്കേണ്ട സമയത്താണ് ഇമാതിരിയുള്ള പരിപാടി നടക്കുന്നത്. അവിടെ വന്ന വിശ്വാസികൾ പോട്ടെ, അവിടെ ഉണ്ട പള്ളിയിലച്ചൻ പോലും കടന്നിങ്ങനെ തുള്ളുക. എല്ലാവരും അവരെ തന്നെ മറന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക ആ ഒരു പാട്ടിനൊപ്പം. ആ പള്ളി വന്ന എല്ലാവർക്കും അവർ ആ ഗ്രേപ്പ് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇതേ ഗ്രേപ്പ് ജ്യൂസ് ആണ് ആ ഒരു വാനിൽ നമ്മുടെ ചാൾസ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഫ്രൈഡ് ചിക്കൻ ഷോപ്പിലും അതേപോലെ തന്നെ പാർലറിലും നടന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും പരിപാടി നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ 3 പേരും ഈ ഒരു പരിപാടി തീരുന്നവരെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോയ ശേഷം രാത്രിയിൽ ആരും കാണാതെ ഇവർ 3 പേരും ആ ഒരു
പള്ളിക്കകത്തോട്ട് കയറുക. അന്നത്തെ പോലെ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇവരെല്ലാം അവിടെ നോക്കുന്നു. അങ്ങനെ നമ്മുടെ ഫൗണ്ടൻ യേശുവിനെ നോക്കിയ സമയത്താണ് യേശു എന്തോ ഒരു കാര്യം ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്നത്. അങ്ങനെ പുള്ളി കൈ ചൂണ്ടിയ ആ ഒരു സ്ഥലത്തിന്റെ അടിയിൽ നോക്കിയപ്പോൾ ഒരു കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് വാൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ചാൾസിന് ഒരു ID കാർഡ് പോലൊരു സാധനം കിട്ടിയില്ല. അത് ആക്ച്വലി ഒരു കീ കാർഡായിരുന്നു. അത് ഇതിനകത്തോട്ട് ഇട്ടതും അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഒരു ലിഫ്റ്റ് മുകളിലോട്ട് കയറി വരുന്നു. ഒബ്വിയസ്ലി അവർ ലിഫ്റ്റിൽ കയറുന്നു, അതിന്റെ അടിയിലോട്ടും ചെന്ന് നോക്കുന്നു. ബട്ട് അൺലൈക്ക് ലാസ്റ്റ് ടൈം ഇതൊരു ചെറുകിട ലാബ് ആയിരുന്നില്ല, ഇതൊരു വമ്പൻ സെറ്റപ്പ്. പള്ളിക്കടിയിൽ ഇത്രയും വലിയൊരു ലാബ് സെറ്റപ്പ്, ഇത്രയും ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇവർക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരാണ് ഇവന് എന്ത് ചെയ്യുന്ന അറിയില്ല. കാരണം ഇവരിങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പിടിക്കും. കാരണം അവിടെ ഉള്ളവർക്കെല്ലാം തന്നെ ഓരോരോ ഡ്രസ് കോഡ് ഉണ്ട്. അപ്പം പറഞ്ഞു വെച്ച പോലെ 3 പേര് കറക്റ്റ് ആയിട്ട് അവിടുത്തെ വാഷ്റൂമിലോട്ട് ചെല്ലുന്നു, ഹാസ്മറ്റ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട്. ഫൗണ്ടൻ നേരെ ഉള്ളിൽ കയറി ചെന്ന് 3 അടിച്ചിട്ട് അവരുടെ സ്യൂട്ടും എടുത്ത് ലാബിന്റെ ഉള്ളിലോട്ട് ഇവർ 3 പേരും അതിട്ട് കയറുക. ഹാസ്മറ്റ് സ്യൂട്ടും ഹെൽമെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല ഇവർ ആരാ എന്താന്നൊക്കെ. അങ്ങനെ ഒരു ഉള്ളിലോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് ഈ ഒരു കോമ്പൗണ്ട് എച്ചിന്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷനും ഇവിടെയാണ് നടക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ ഷോപ്പിലോട്ട് പോകാനുള്ളതും ബ്യൂട്ടി ഷോപ്പിലേക്ക് പോകാനുള്ളതും അതേപോലെ തന്നെ പള്ളിയിലേക്ക് വേണ്ട ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറഞ്ഞ് എല്ലാം ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ആ ഹോൾ ഗ്ലെൻ എന്ന് പറയുന്ന ടൗണിന്റെ കംപ്ലീറ്റ് കൺട്രോളും ഇവരുടെ കയ്യിലും ഉണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഒരുപാട് ബ്ലാക്ക് പീപ്പിൾസിനെ പ്രത്യേകം ഓരോരോ കേജിലിട്ട് അവരെന്തൊക്കെയോ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് വിഷ്വൽസ് കാണിച്ചിട്ടാണെങ്കിൽ മറ്റേ ആൾക്ക് പാട്ട് കേൾപ്പിച്ചിട്ട് ഹാപ്പി ആയിട്ടുള്ള മ്യൂസിക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ച് വയലന്റ് ആയിട്ടുള്ള സോങ് ഇടുന്ന സമയത്ത് അവരും വയലന്റ് ആവുന്നു. സോ ഇങ്ങനെ അവിടെ ഉള്ള ഓരോരുത്തരെയും ഓരോ രീതിയിൽ അവർ കൺട്രോൾ ചെയ്യണം. പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഈ ഒരു ബ്ലാക്ക് പീപ്പിൾസിന് മേലെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വേറെ ആരുമല്ല, വൈറ്റ് പീപ്പിൾസ് ആണ്. ഈ ലാബ് തന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് വലിയൊരു സെറ്റപ്പിൽ അതിന്റെ അടിയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു മാപ്പ് നോക്കി ഓരോ സ്ഥലത്തിലേക്ക് ഒരു വണ്ടിയിലേക്ക് പോവുക. അതിലൊരു പ്രത്യേകം സ്റ്റിക്കറൊക്കെ ഒടിച്ചിട്ടുണ്ട്, വിന്നിംഗ് ദ റേസ് ഓഫ് ദി ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്, ഇത് റെലവെന്റ് ആണ്, ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ ഇവരും അവിടെ കിടന്ന് കറങ്ങുന്ന സമയത്താണ് ഏതൊരാളുടെ ബോഡി കൊണ്ട് അവിടെ ഉള്ളവർ പോകുന്ന ഇവർ കാണുന്നത്. അത് എവിടെ നിന്ന് വന്നേന്ന് നോക്കുന്ന സമയത്ത് അത് ഡ്യൂപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും അവിടേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെല്ലുന്നു. കയ്യിലുണ്ടായിരുന്ന കീ കാർഡ് വെച്ച് അത് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലോട്ടും ഇവർ 3 പേരും കയറുക. അപ്പോഴും യോയോയും ചാൾസും പറയുന്നുണ്ട് വേണ്ട, വേഗം ഇവിടുന്ന് പോകാം, പണി പാലും വള്ളത്തിൽ കിട്ടുമെന്നൊക്കെ. പക്ഷേ ഫൗണ്ടൻ നിൽക്കുന്നില്ല, കാരണം അവൻ അറിയണം എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന്. സോ ഉള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്ത് എന്താണ് ഓരോരോ ക്യാപ്സ്യൂളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗ്ലെൻ ടൗണിലുള്ള ഒരുപാട് പേരുടെ ഡ്യൂപ്ലിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ക്ലോണിങ് നടക്കുകയാണെന്ന്. അവിടെയുള്ള എല്ലാവരെയും അല്ല, പകരം ആ ഒരു കുറച്ച് പേരെ. അങ്ങനെ ഓരോ ക്യാപ്സ്യൂളും കണ്ട് ഇവരിങ്ങനെ ഉള്ളോട്ട് പോകുന്ന സമയത്ത് നടുവിലായിട്ട് നമ്മുടെ ചാൾസിനെയും ഈ പറയുന്ന ക്ലോണിങ് ചെയ്ത് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഇവർക്കാണെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ദെൻ ഫൗണ്ടൻ അവിടെ വീണ്ടും നോക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ഫൗണ്ടൻ്റെ ബോഡിയും ക്ലോണിങ് ചെയ്തിട്ടുണ്ട്. ബട്ട് അൺലൈക്ക് അതേഴ്സ് ഇവന്റെ മാത്രം ഒന്നിൽ കൂടുതൽ ഈ പറഞ്ഞ ക്യാപ്സ്യൂളിനകത്ത് ക്ലോണിങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇവരിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് ഇവരുടെ ക്ലോണിനെ റീപ്ലേസ് ചെയ്യലാണ് ഇവരുടെ പ്രധാന പണി. കാര്യം കണ്ട് മനസ്സിലാക്കി മെല്ലെ സ്കൂട്ടായാൽ മതിയായിരുന്നു. പക്ഷേ ഇവന്റെ എമോഷണലി ഇവൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പുള്ളിക്ക് അപ്പോൾ വന്ന ആ ഒരു ദേഷ്യത്തിന് നേരെ തോക്കെടുത്ത് ആ ഒരു ക്ലോണിനെ അങ്ങ് ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. ശബ്ദം കേട്ട് ഒബ്വിയസ്ലി അവിടെ ഉള്ള ഒരു അലേർട്ട് ആവുന്നു. യോയോ എങ്ങനെയൊക്കെയോ ഇവനെയും അവനെയും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വന്ന ലിഫ്റ്റിൽ തന്നെ ഇവർ തിരിച്ച് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. ആരുടെയും കണ്ണിപ്പെടാതെ ഇവർ ലാബ് വിട്ട് വെളിയിലോട്ട് വന്ന് ഇവർ നേരെ ചെല്ലുന്ന ഒരു പബ്ബിലോട്ടാണ്. ബട്ട് ആ ഒരു ടൗൺ തന്നെ കൺട്രോളിലുള്ള അവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. പബ്ബിലുള്ള DJക്ക് ഇവർ 3 പേരെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. പുള്ളി അപ്പോൾ തന്നെ വേറൊരു പാട്ട് മാറ്റിയിടാണ്. പാട്ടങ്ങ് മാറ്റിയിട്ടതും അവിടെ കള്ളും കുടിച്ച് ബോധമില്ലാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഈ പാട്ട് കേട്ടതും നമ്മുടെ 3 പേരെയും ഓടിച്ചിട്ട് ചേസ് ചെയ്യുന്നു. കാറിൽ കയറി രക്ഷപ്പെടാന്ന് പറഞ്ഞിരിക്കുമ്പോൾ 1-2 പേരാണോ ഇഷ്ടം പോലെ പേര് വന്ന് ഇവരുടെ കാറിനെ വളച്ചുകൂറ്റി ഒന്ന് അനങ്ങാൻ പോലും വിടാത്ത രീതിയിൽ അവരെ ലോക്ക് ചെയ്തിരുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞതും എല്ലാവരും പറഞ്ഞു വെച്ച പോലെ ഒരുമിച്ചങ്ങ് നിൽക്കുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ സ്റ്റാച്ചു കളിക്കുമല്ലോ അതേപോലെ ഇവരും മെല്ലെ കാറിൽ നടക്കുന്നു. എന്ത് കുറ്റി വൈ എന്താ അവരൊന്നും മിണ്ടാത്ത അനങ്ങാത്തതെന്നൊന്നും അറിയാതെ ഇവരും ഇങ്ങനെ അന്തം വിട്ട് വെളിയിലോട്ട് വരുക. അപ്പോൾ കാറിൽ വേറൊരു ടീംസ് ഇവരുടെ അടുത്തോട്ട് വരുന്നു. അപ്പോൾ കാർ ഓടിച്ചുകൊണ്ട് വന്നവനെ കാണാൻ ഏതാണ്ട് നമ്മുടെ നായകനെ പോലെ തന്നെ ഉണ്ട്. എന്നാൽ നായകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, മേ ബി ഇവന് തന്നെ വേറെ വല്ല ക്ലോണായിരിക്കണം. ഈ വന്ന് ഇവനും പ്രത്യേകിച്ച് മിണ്ടുന്നൊന്നുമില്ല, അനങ്ങാതെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോഴാണ് കാറിൽ നിന്ന് വേറൊരുത്തിന് ഇറങ്ങുന്നത്. ഒരു വൈറ്റ് മാൻ ആണ്, അവൻ്റെ പേര് നിറ്റ്സൺ. പുള്ളിയാണ് ഇവിടുത്തെ റിസർച്ച് സെന്ററിന്റെ ഒക്കെ ഒരു സൂപ്പർവൈസർ പോലെ ഇരിക്കുന്നത്. അപ്പോൾ നിറ്റ്സൺ ആണ് ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് പറയുന്ന കാര്യമെല്ലാം റിവീൽ ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് ഒരു ഹ്യൂമൻ എക്സ്പെരിമെന്റ് തന്നെയാണ്. അതും ഗ്ലെൻ ഉൾപ്പെടെ പല ടൗണുകളിലും ഈ ഒരു സാധനം നടക്കുന്നുണ്ട്. അതും പ്രധാനമായിട്ട് നടക്കുന്നത് ബ്ലാക്ക് പീപ്പിൾസിന് മേലെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് എല്ലാം നടക്കുന്നത്. വൈറ്റ് പീപ്പിൾസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആവും. നിങ്ങളാകുമ്പോൾ പിന്നെ ആരും അറിയത്തില്ലല്ലോ. നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ പീസ് കൊണ്ടുവരിക എന്നതാണ്, സമാധാനം കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടികളാണ് ഈ ഒരു ക്ലോണിങ്ങും ഈ കൺട്രോളിങ്ങും ഉള്ള പരിപാടിയും കൊണ്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ടിപ്പിക്കൽ അമേരിക്കൻ ന്യായമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോൾ സന്തോഷിക്കണം, എപ്പോൾ ചിരിക്കണം, എപ്പോൾ മരിക്കണം എന്നൊക്കെ ഞങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് എന്നിങ്ങനെ മ്യാമിനോടൊന്നും തോന്നല്ലേ മക്കളെ എന്നൊരു ലൈന് പിടിച്ച് പുള്ളി
ഈ ഒരു കാര്യമല്ല അവതരിപ്പിച്ചു. ഇനി അതല്ല എതിർക്കാനാണ് തടയാനാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് ഒരു ചാൻസ് തരാം. നിങ്ങളിവിടെ ആരും ഒന്നും കൊല്ലത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല, നിങ്ങളിവിടെ വന്നിട്ടുമില്ല, നിങ്ങളൊന്നും കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഓക്കെ, എന്ത് പറയുന്നു എന്നും പറഞ്ഞ് ഇവരോട് ചോദിക്കുന്നു. ഇവർക്ക് തീരെ ഉൾക്കൊള്ളാനും വരുന്നില്ല. അണ്ണനല്ലേ സൂപ്പർവൈസർ, അണ്ണനെ കൊന്നതെല്ലാം തീരില്ലേ എന്ന് പറഞ്ഞ് ഫൗണ്ടൻ നേരെ തോക്ക് ഇവനെ ചൂണ്ടുന്നു. തന്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് നിക്സൺ വലുതായിട്ട് ബോധമൊന്നും ആയില്ല. പുള്ളി ഇങ്ങനെ കൂളായിട്ട് നിൽക്കുക. 2 വാക്ക് പറയാ, ഒളിമ്പിയ ബ്ലാക്ക്. അതങ്ങ് പറഞ്ഞ് നമ്മുടെ ഫൗണ്ടൻ അങ്ങ് ഫ്രീസായി നിന്നു പോവുക. പുള്ളി കൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല. ഇവൻ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ചാൾസ് ഉൾപ്പെടെ എല്ലാവരും ഫ്രീസ് ആവുകയാണ്. അപ്പോൾ ഒളിമ്പിയ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ട്രിഗർ വേർഡാണ് ഈ ഒരു ക്ലോൺസിനെ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനുള്ള, ഫ്രീസ് ചെയ്യാനുള്ള. ബട്ട് അവിടെ യോയോ മാത്രം ഫ്രീസ് ആവുന്നില്ല, കാരണം അവള് ക്ലോൺ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ടൗണിൽ എല്ലാവർക്കും ചെയ്തിട്ടില്ല, കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ചെയ്യാതെ വിട്ടിരിക്കുന്ന ഒരാളാണ് യോയോ. ഇവർക്ക് കാര്യം മനസ്സിലായി. ഇവൾ അപ്പം തന്നെ അവൾ തോക്കെടുത്തിട്ട് മര്യാദയ്ക്ക് ഇവരെ പഴയ പോലെ മാറ്റുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. നിക്സന്റെ കൺട്രോളിലാണല്ലോ ഇവരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഫൗണ്ടൻ അവന്റെ തോക്ക് അവൻ യോയോയുടെ തലയിലോട്ട് ചൂണ്ടുന്നു. കണ്ടല്ലോ, നീയൊക്കെ വിചാരിച്ചാൽ ഇവിടെ ഒരു കോപ്പ് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരുന്ന നിനക്കൊക്കെ കൊള്ളാം എന്നും പറഞ്ഞ് ഇവരെ വെറുതെ വിട്ടിട്ട് അയാളും ആ നാട്ടുകാരും മൊത്തം അവിടുന്ന് പോകുന്നു. അപ്പോൾ ഇതിനുശേഷം നമ്മുടെ ചാൾസിനും ഫൗണ്ടനും നേരെ ചുവേ പഴയ പോലെ ഇരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പറ്റും? കാരണം അവർ റിയൽ അല്ലേ, അവർ ക്ലോൺ ആണെന്നുള്ള കാര്യം അവർ നേരിട്ട് കണ്ടതല്ലേ. അത് അവരെ മെന്റലി വല്ലാണ്ട് ബാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈം യോയോ അങ്ങനെയല്ല. അവൾ ഇവന്മാരെ എങ്ങനെയെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഏതോ ഉമ്മാർ വന്നിട്ട് നമ്മുടെ ആളുകളുടെ നേരിൽ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറയുന്നത് ഇവൾക്ക് ഉൾക്കൊള്ളാൻ വരുന്നില്ല. ഇവിടെ 2 പേരും ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കാണെങ്കിലും പ്രത്യേകിച്ച് താല്പര്യമുള്ള രീതിയിൽ കാണിക്കുന്നുമില്ല. ഇവൻ അധികം പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ അടച്ചുകൂട്ടി ഇങ്ങനെ കിടക്കുക. ഇപ്പോഴാണ് അവൻ ആലോചിക്കുന്ന മറ്റൊരു കാര്യം, അതായത് ഇവന്റെ അമ്മയുടെ അവസ്ഥ. ഇവൻ നേരെ അമ്മയുടെ മുറി ചെന്ന് അമ്മയോട് സംസാരിക്കുന്നു. അമ്മയും ഇവനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ വാതിൽ തുറക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് എന്ത് ചെയ്താലും തുറക്കുന്നില്ല. അവൻ വീണ്ടും തുറക്കുന്നു പറയുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു മറുപടിയും കിട്ടുന്നില്ല. അപ്പം ഇവനൊരു സംശയം തോന്നി. അവൻ നേരെ ഒരു ഡോറ് തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ എന്താ, അവിടെ അമ്മ പോയിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല. അവിടെ ഒരു സ്പീക്കറോ റെക്കോർഡറോ പോലും ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ഇവൻ ഡെയിലി വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എല്ലാം പ്രീ റെക്കോർഡ് ഇതിനകത്ത് വെച്ചേക്കുക. സോ ദാറ്റ് അമ്മ ഇവിടെ ഉണ്ട്, ഈ റൂമിലുണ്ടെന്നുള്ള കാര്യം ഇവൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഇതും കൂടെ അറിഞ്ഞപ്പോൾ നമ്മുടെ ഫൗണ്ടൻ അങ്ങ് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. അനിയനില്ല, അമ്മയില്ല, എന്തിന് തനിക്ക് താൻ പോലും ഇല്ല എന്ന് പറയുന്ന സത്യം ഇവൻ തിരിച്ചറിയുക. ഒരുത്തിനെ സംബന്ധിച്ച് 1-2 കാര്യങ്ങളൊക്കെ നുണയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അവന്റെ ജീവിതമേ നുണയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് എത്ര വലിയ മനക്കെട്ടിയുള്ള ഒരുത്തനാണെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റത്തില്ല. ഇങ്ങനെ അവൻ കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവനെ കാണാൻ വേണ്ടി ഇവൻ അനിയനായിട്ട് കാണുന്ന ഒരുത്തനുണ്ടല്ലോ തുടക്കത്തിൽ കാണിച്ച്, അവൻ വന്ന് സാധാരണഗതിയിൽ സംസാരിച്ച് ഇവനെ അങ്ങ് ഓക്കെ ആക്കും. അവിടെ വെച്ചിട്ടാണ് ഫൗണ്ടൻ തീരുമാനിക്കുന്നത് ഇവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തുടർന്ന് അവൻ ചാൾസിനെ മീറ്റ് ചെയ്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇവർ 2 പേരും കൂടെ യോയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവളെ എവിടെ നോക്കിയിട്ടും കാണാനില്ല. പുള്ളിക്കാരത്തി മിസ്സിംഗ് ആണ്. അവൾ പോകാൻ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ഇവർ ചെന്ന് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. തുടർന്ന് അവളുടെ കൂടെ ബാക്കി എന്നൊരു പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പിങ്ക് ഡ്രസ്സും പിങ്ക് മുടിയൊക്കെ ആയിട്ടൊരു പെങ്കുച്ച്. അവളോട് യോയെ കണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴാണ്, ആക്ച്വലി ഞാൻ കണ്ടായിരുന്നു, എന്തോ ഒരു ലെറ്റർ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവളെ ഈ സൈഡിൽ കൂടെ പോയായിരുന്നു. പക്ഷെ അപ്പോൾ ഏതോ കാറിൽ കുറെ പേരൊക്കെ വന്നിട്ട് അവളെ തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവക്ക് അറിയുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെങ്കുച്ചിനെ ഏതൊക്കെയോ അവന്മാർ വന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് എത്ര കാഷ്വലായിട്ട് അവൾ പറയുന്നത് കണ്ടില്ലേ. കാരണം ആ ടൗണിൽ അത് പുത്തിരിയായിട്ടുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാണ് അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ യോയെ കാണിക്കുന്നുണ്ട്. അവളെവിടെ ലാബിലാണ്. ഇവളൊരു ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ലെറ്ററിനകത്ത് ഈ ടൗണിൽ നടക്കുന്ന ഇല്ലീഗൽ പരിപാടികളും ഈ എക്സ്പെരിമെന്റിനെ പറ്റിയും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവൾ എഴുതിയിട്ട് ഹയർ അതോറിറ്റീസിലേക്ക് ഇവൾ പോസ്റ്റ് ചെയ്തതാണ്. അത് നമ്മുടെ നിക്സൺ കറക്റ്റായിട്ട് കൈയോടെ പിടിച്ചു. ഇതേസമയം ഇവർ 2 പേർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് ഇവിടെ തട്ടിക്കൊണ്ട് പോയത് ആ ലാബിലുള്ളവരാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റും തടയണം, ഇവളെ എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് പുറത്ത് കൊണ്ടുവരുകയും വേണം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവർ 2 പേരും മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആൾബലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പുറത്തെ സൈഡിൽ വമ്പൻ ടീംസാണ് നിൽക്കുന്നത്. തുടർന്ന് ഫൗണ്ടൻ എങ്ങോട്ട് പോകുന്നു, ഐസക്കിനെ കാണാൻ പോകുന്നു. എന്നിട്ട് ഇവനോട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം എടുത്ത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കുറേ പ്രശ്നമുണ്ടെന്നും നമ്മുടെ ദേഹത്തെ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെന്നും കോൾ കൺട്രോളും അവരുടെ കയ്യിലാണെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നു. നമ്മുടെ ഇടയിൽ 100,000 പ്രശ്നം ഉണ്ടാകും, പക്ഷെ വേറൊരുത്തം വന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് വേണം അവരെ എതിർക്കാൻ. സോ അപ്പോൾ നീ എന്ത് പറയുന്നു എന്നുള്ള രീതിയിൽ ഐസക്കിനോട് ചോദിക്കുന്നു. സോ നീ പറഞ്ഞു വരുന്നത് ഏതൊക്കെയോ അവന്മാർ നമ്മുടെ ദേഹത്തെ എക്സ്പെരിമെന്റ് ചെയ്യുന്നു അല്ലേ? എന്നെ കണ്ടെന്ന ഭൂലോക പൊട്ടനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ എപ്പോഴാണ് ഗ്യാപ്പ് കിട്ടുന്ന കൊല്ലാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നീ എൻ്റെ വായിലോട്ട് തന്നെ കയറി ഞാൻ എന്താ ചെയ്യുക എന്ന് പറയല്ല. തോക്കെടുത്ത് നേരെ ഫൗണ്ടൻ അങ്ങ് ഷൂട്ട് ചെയ്യണം. എന്നിട്ട് ഇവന്റെ ബോഡി എടുത്ത് വേറെ എവിടെയോ കൊണ്ട് ഇവന്മാരെ ഡംപ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവിടേക്ക് ലാബിലെ ടീംസ് വന്ന് ഇവന്റെ ബോഡി എടുത്ത് കൊണ്ടുപോകുക. കാരണം അടുത്ത ക്ലോണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ആ ക്ലോണിന് ഇവരെന്തൊക്കെ ഓർമ്മകൾ മാത്രം വേണം എന്ന് വിചാരിക്കുന്നു അത്രയും മാത്രം കൊടുത്തിട്ട് പുറത്തിറക്കുക. ഒബ്വിയസ്ലി പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറക്കുന്ന ഫൗണ്ടൈന് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. അവനെ കൊന്നതും ഈ ക്ലോണിങ്ങും ഈ എക്സ്പെരിമെന്റും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാതെയാണ് അവൻ കണ്ണു തുറക്കുന്നത്. പുള്ളിയുടെ റുട്ടീൻ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ജിമ്മിൽ പോകുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് മാർക്കറ്റിൽ പോകുന്നു, സ്ക്രാച്ച് കാർഡ് വാങ്ങുന്നു, ഒരയ്ക്കുന്നു, കിട്ടുന്നില്ല, വാങ്ങി ഡ്രിങ്ക്സിന്റെ കുറച്ച് ഫ്രോഗിന് ഒഴിച്ചു കൊടുക്കുന്നു, വീട്ടിൽ വരുന്നു, അമ്മയോട് സംസാരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ആഡ് കാണുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ കണ്ടിന്യൂ ആവാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ചാൾസ് വന്നിട്ട് ഇവനെ മയക്കി കെട്ടി അവനെ എടുത്തുകൊണ്ട് പോകുന്നത്. അവനെ കെട്ടിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു
പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതേ സമയം അപ്പുറത്തെ ലാബിൽ നമ്മുടെ ആ ഒരു മരിച്ചു കിടന്ന ഫൗണ്ടൈൻ ഉണ്ടല്ലോ, അവൻ എന്താ പെട്ടെന്ന് എഴുന്നേക്കുന്നു. സോ സംഭവം ഉമ്മാരുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. ഇവർ നേരിട്ട് എന്ന് സംസാരിച്ച് ഐസക്കിനെ കൺവിൻസ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ വിഷയം ഇതെല്ലാം തന്നെ അവിടെ ഉള്ള ഒരു ലാബിലുള്ളവർ കാണുന്നുണ്ടാവും. കംപ്ലീറ്റ് ടൗണും അവരുടെ ഒബ്സർവേഷനിലാണ്. സോ അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സോ ഐസക്കിനോട് ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പേ പറയണം. അതിന് നിന്റെ കയ്യിൽ കുറെ പിംസ് ഉണ്ടല്ലോ, അവരെ നമുക്ക് യൂസ് ചെയ്യാം എന്നിങ്ങനെ ചാൾസിന്റെ കയ്യിലുള്ള 2-3 പിംസിനെ വെച്ച് ഫൗണ്ടൈൻ ഐസക്കിന് കാശ് കൊടുക്കാമെന്നും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അതിന് നിന്റെ സഹായം എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സോ ദാറ്റ് ഈ പറയുന്ന ഫൗണ്ടൈൻ ഇവന്റെ അടുത്ത് സഹായം ചോദിച്ച് വരുന്ന സമയത്ത് ഇവൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കൈയുടെ ആ ഒരു ഭാഗത്തായിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. എന്നിട്ട് എന്നെ നിങ്ങൾ കൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയുക, അവർ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് വെക്കോളൂ. പിന്നെ അവന്മാർക്ക് ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ട് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എനിക്ക് പകരം പുതിയൊരു ക്ലോണിനെ അവന്മാർ ഇറക്കി വിടും. ആ ലാബിൽ കയറലാണ് ഏറ്റവും കൂടുതൽ പാടുള്ള കാര്യം. ഞങ്ങളൊക്കെ ആൾറെഡി അതിൻ്റെ ഉള്ളിൽ കയറി ഇതെല്ലാം കണ്ടതുകൊണ്ട് അവന്മാർ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ലാബിൽ കയറണമെങ്കിൽ ഉള്ളിൽ നിന്ന് ആരെങ്കിലും അത് ഓപ്പൺ ചെയ്ത് തരണം. സോ ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് വേണ്ടിയാണ് ഇവർ ഈ പ്ലാൻ എല്ലാം ഇട്ടത്. അതായത് ഇവരുടെ ടീംസിനെ എല്ലാം കൂട്ടിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി അറ്റാക്ക് ചെയ്താലും മേ ബി അവിടെ ഉള്ളവർ ഓവർ പവർ ചെയ്യും. അപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ച് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആവും എന്നുള്ള കാര്യം ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പ്ലാൻ പോലെ തന്നെ ലാബിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഫൗണ്ടൈൻ എഴുന്നേക്കാണ്. അവൻ എഴുന്നേറ്റ് വന്ന് മെല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരുത്തിനെയും കൺട്രോൾ എടുക്കുന്നുണ്ട്. ഇതേ സമയം ചാൾസും ഐസക്കും അവന്മാരുടെ ടീംസിനെയും ഗൺസൊക്കെ കൊണ്ട് നേരെ ഈ ലാബിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ ഒരു സയന്റിസ്റ്റിനെ ഗൺ പോയിന്റിൽ നിർത്തി കൺട്രോൾ റൂമിൽ ചെന്നിട്ട് ആ ഡോർ തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ അവിടെ വെളിയിൽ നമ്മുടെ ചാൾസും ടീമൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഡോർ അങ്ങ് തുറന്നത് ഉമ്മാരുള്ളിൽ കയറി ലാബ് അടിച്ച് പൊട്ടിച്ച് കംപ്ലീറ്റ് വഷളാക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ആൾറെഡി ക്ലോൺ ചെയ്ത ആളുകളെയൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ ഒരു ചില്ലുകൂട്ടിൽ. അവരെല്ലാം തന്നെ അതിൽ നിന്ന് അങ്ങ് റിലീസും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മുടെ യോയോയും അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നേരെ ഡ്യൂപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇല്ലോ. കാരണം അവിടെയാണല്ലോ മെയിൻ ആയിട്ട് ഈ പറയുന്ന ക്ലോണി നടക്കുന്നത്. അവിടെ ഉള്ളവരും റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഫൗണ്ടൈൻ നമ്മുടെ നിക്സനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ തപ്പി പോവുക. അങ്ങനെ പോകുമ്പോഴാണ് ആ ഒരു ബോഡി ഗാർഡ് നമ്മൾ മുമ്പേ കണ്ട ഫൗണ്ടൈനെ പോലെ തന്നെ ഇരിക്കുന്ന ആ ഒരു ബോഡി ഗാർഡ് വന്ന് ഇവനെ എതിർക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അപ്പോഴാണ് വേറൊരു കാര്യം റിവീൽ ചെയ്യുന്നത്. എന്ത് നിക്സൺ അല്ല, അവന്റെയും മുകളിൽ ഒരുത്തനുണ്ട്. ഈ കംപ്ലീറ്റ് എക്സ്പെരിമെന്റ് ഹെഡ് എന്ന് പറയുന്നത് വേറൊരുത്തനാണ്, ഒരു ഡോക്ടർ. പുള്ളി അങ്ങോട്ട് മെല്ലെ നടന്നു വരിക. ആരായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും. വേറെ ആരുമല്ല, നമ്മുടെ ഫൗണ്ടൈൻ്റെ തന്നെ വേറൊരു ഓൾഡർ വേർഷൻ ആണ്. ഇൻഫാക്ട് ഒറിജിനൽ ഫൗണ്ടൈൻ എന്ന് പറയുന്നത് ആ ഒരു ഡോക്ടറാണ്. പുള്ളിയുടെ ക്ലോണിംഗ് ആണ് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒറിജിനൽ ഈ പറയുന്ന ഫൗണ്ടൈൻ എന്ന് പറയുന്നത് ഈ ഡോക്ടറാണ്. ഇത് കാണുന്ന ഫൗണ്ടൈൻ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാ സ്വയം ക്ലോൺ ചെയ്യുന്നത്, അതും സ്വന്തം ആളുകളുടെ ദേഹത്ത് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോൾ എന്താ ഏതാന്നൊക്കെ പറഞ്ഞ് ഇരുത്തി ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഫൗണ്ടൈൻ ഒരു അനിയൻ ഉണ്ടായിരുന്നല്ലോ ചെറുപ്പത്തിൽ, അവൻ മരിച്ചു പോയെന്ന് പറയുന്നുണ്ടല്ലോ. ആ അനിയനാണ് കാരണം, അല്ലെങ്കിൽ ആ അനിയന് വേണ്ടിയാണ് ഇതെല്ലാം താൻ ചെയ്യുന്നതെന്ന്. അനിയൻ മരിച്ചെന്ന് പറഞ്ഞു, പക്ഷെ എങ്ങനെയാ മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനൊരു കാര്യമില്ലാതെ ഒരു പോലീസുകാരൻ അടിച്ചു കൊല്ലുമായിരുന്നു. ഓഫ്കോഴ്സ് ഒരു വൈറ്റ് പോലീസ്മാൻ ആണ് അടിച്ചു കൊല്ലുന്നത്. അവൻ നിരപരാധിയായിരുന്നു, അവൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരനായി ജനിച്ചു എന്നത് മാത്രമാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവനെ ആ നടു റോട്ടിൽ അടിച്ചു കൊന്നത്. ചോദിക്കാൻ ഒരു കോപ്പനും ഫ്രണ്ടിലോട്ട് വന്നുമില്ല. തന്റെ അനിയന് സംഭവിച്ചത് തന്റെ ആളുകൾക്ക് ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലാണ് ഈ കാര്യത്തിലേക്ക് ഫൗണ്ടൈൻ ആദ്യം ഇറങ്ങുന്നത്. ബട്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആ ഒരു സിസ്റ്റം അവനെ അതിന് സമ്മതിക്കുന്നില്ല. ഓരോ പ്രാവശ്യവും ഓരോരോ കാരണങ്ങൾ വെച്ച് അവനെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പോഴാണ് ഈ ഒരു ഐഡിയയും ഈ ഒരു എക്സ്പെരിമെന്റിന്റെ കാര്യം പുള്ളി മനസ്സിലാക്കുന്നത്. എന്ത്, ബ്ലാക്ക് പീപ്പിൾസിനെ ഗ്രാജുവലി വൈറ്റ് പീപ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പരിപാടി. അതായത് ഇവിടെ നടക്കുന്ന ആ ഒരു കോമ്പൗണ്ട് ടച്ചും ആ ഒരു മാനിപ്പുലേറ്റിംഗ് പരിപാടി എല്ലാം തന്നെ അവരുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് എല്ലാ ബ്ലാക്ക് പീപ്പിൾസിനെയും വൈറ്റ് പീപ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നതാണ്. ഇതൊരു ഈസി പ്രൊസീജിയർ അല്ല, ഇതൊരു വലിയൊരു പ്രൊസീജിയറാണ്, സമയം എടുക്കുന്ന പരിപാടിയാണ്. ഇതിലൊരു പരിധി വരെ ഇവർ സക്സീഡ് ആവുന്നുമുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ആ ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൽ നിൽക്കുന്ന മാനേജർ. പുള്ളി ബ്ലാക്ക് ആയിരുന്നു, പിന്നീട് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ആയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഫ്രോ ഹെയർ സ്റ്റൈൽ വെച്ച് തന്നെ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി മാത്രമല്ല, വേറെയും ഈ പറയുന്ന ലാബിൽ വർക്ക് ചെയ്യുന്ന പലരും ഈ ഒരു കൺവേർഷൻ നടന്ന് ബ്ലാക്ക് ടു വൈറ്റ് എന്ന് മെല്ലെ മെല്ലെ ആയിക്കൊണ്ടിരിക്കുന്നവരാണ്. സോ ഈ ഒരു വലിയൊരു റേസിസം ഇല്ലാതാക്കാൻ വേണ്ടി, ഒരു ഒപ്രഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇവൻ്റെ ഐഡിയ ആയിരുന്നു ബ്ലാക്ക് പീപ്പിൾസിനെ എല്ലാം വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ റേസിസം ഒപ്രഷൻ എതിരെ പ്രവർത്തിച്ച് തുടങ്ങിയ നമ്മുടെ ഫൗണ്ടൈൻ തൻ്റെ ആളുകളിൽ തന്നെ പരീക്ഷണം നടത്തി ആ ഒരു റേസ് തന്നെ അടിയോടെ ഇല്ലാതാക്കിയിട്ട് ഈ ഒപ്രഷനും റേസിസത്തിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്. സോ ഇവിടെ he is literally becoming an oppressor അല്ലേ. സോ ഇതിനു വേണ്ടിയാണ് താൻ വൈറ്റ് പീപ്പിൾസിന്റെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നൊരു കാര്യം നമ്മുടെ ഫൗണ്ടൈനോട് ഓൾഡ് ഫൗണ്ടൈൻ പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഇതൊന്നും നമ്മുടെ ഫൗണ്ടൈൻ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തനിക്കില്ലേ മുഴുത്ത വട്ടാണ്. കറുത്ത വർഗ്ഗക്കാരനായി ജനിക്കുന്നത് ഒരു തെറ്റല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരേപോലെയാണ്, നമ്മൾ മനുഷ്യരാണ്. ഫൗണ്ടൈൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഒരേപോലെയാണെന്നൊരു ചിന്ത മാത്രം പോരാ, നമ്മൾ എക്സാക്ട്ലി ഒരേപോലെ ആവണം. ഇറ്റ്സ് നോട്ട് ഇനഫ് ടു തിങ്ക് ദ സെയിം, വി ഹാവ് ടു ബി ദ സെയിം. It's not enough to think the same. We have to be the same.
ഇത് താൻ ഒരിക്കലും നിർത്തില്ലെന്നും താൻ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നും അതിനുവേണ്ടിയാണ് തൻ്റെ DNA തന്നെ പല രീതിയിൽ ക്ലോണിങ് ചെയ്ത് എത്ര ഓർമ്മകൾ മാത്രം കൊടുക്കണോ അത്രയും മാത്രം കൊടുത്ത് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊരൊറ്റ രാത്രി കൊണ്ട് നടക്കത്തില്ല, വളരെ വർഷങ്ങൾ എടുക്കുന്ന കാര്യമാണ്. സോ മെല്ലെ മെല്ലെ ഇദ്ദേഹം സെപ്പറേറ്റ് ചെയ്ത 378 ജനറ്റിക്സും അതിൽ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഏഷ്യൻ, ലറ്റിനോസ് എന്നിങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ കളേർഡ് പീപ്പിൾസ് മെല്ലെ മെല്ലെ വൈറ്റ് ആയിട്ട് കൺവേർട്ട് ആയാലേ ഈ റേസിസം അവസാനിക്കത്തുള്ളൂ. ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്ലാൻ, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ചെയ്യുന്ന ഈ വൈറ്റ് വാഷിംഗ് ശരിയല്ലെന്നും ഇത് തെറ്റാണെന്നുള്ള കാര്യം നമ്മുടെ ഫൗണ്ടൈൻ മനസ്സിലാവുന്നു. അവൻ എങ്ങനെ ചിന്തിച്ചിട്ടോ അവൻ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഫൗണ്ടൈൻ എന്ത് ചെയ്തു, അവിടെ ആ ഒരു ബോഡി ഗാർഡ് നിൽക്കുന്നുണ്ടായിരുന്നു, അത് ഫൗണ്ടൈനെ തന്നെ മറ്റൊരു ക്ലോണാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, മുമ്പ് നിക്സൺ യൂസ് ചെയ്ത ആ ഒരു ട്രിഗർ വേർഡ് ഇല്ലേ, ആ ഒരു ഒളിമ്പിയ ബ്ലാക്ക്, അത് പറഞ്ഞ ആ ഒരു ബോഡി ഗാർഡിനെ കൺട്രോൾ ചെയ്ത് ഓൾഡ് ഫൗണ്ടൈനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇതേസമയം അപ്പുറത്ത് യോയോയും ചാൾസും നേരെ ചെന്ന് വിടുന്നത് നിക്സന്റെ അവിടെയാണ്. അവരുടെ ഇടയിൽ ഒരു ഫൈറ്റ് കിടക്കുകയാണ്. അതിൽ യോയോയെ കൊല്ലാറാകുന്ന സമയത്ത് കറക്റ്റായിട്ട് ചാൾസ് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഓൾഡ് ഫൗണ്ടൈനും മരിച്ചു, അതേപോലെ തന്നെ നിക്സണും മരിച്ചു. ദെൻ ഉള്ളിൽ കയറി അവന്മാരെല്ലാവരും ആ ഉണ്ടായിരുന്ന ക്ലോൺസിനെ എല്ലാം റിലീസ് ചെയ്തതിനെ തുടർന്ന് എല്ലാവരും പുറത്തോട്ട് വരുന്നു. പക്ഷെ വന്നവർക്ക് ആർക്കും വലിയ ബോധമില്ല, അവർക്ക് ഓരോരുത്തർക്കും കറക്റ്റ് ആയിട്ടുള്ള മെമ്മറി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. സോ അവർക്കൊന്നും അറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇത് അധികം വൈകിയില്ല, ന്യൂസ് പുറത്തുപോയി വലിയൊരു വിഷയമാകുന്നു. ഗ്ലെൻ എന്ന് പറയുന്ന ടൗണിൽ ഇത്രയും വലിയൊരു എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ടെന്നും അത് ഇങ്ങനെയാണെന്നും അങ്ങനെയാണെന്നും പറഞ്ഞ് വലിയൊരു മീഡിയ അറ്റൻഷൻ ഇതിന് കിട്ടുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് സ്മൂത്തായിട്ട് അവസാനിച്ചു. അങ്ങനെ ചാൾസും യോയും നമ്മുടെ ഫൗണ്ടൈനും സംസാരിക്കുക. ഇത്രയും നടന്ന ശേഷവും ഈ ടൗണിൽ നിൽക്കുന്നതിൽ കാര്യമില്ല, നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി നല്ല സ്വസ്ഥമായിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ ഇവർ 3 പേരും എത്തുന്നു. അപ്പോൾ ഇങ്ങനെ കൂളായിട്ട് ശുഭം എന്ന് പറഞ്ഞ് കർട്ടൻ ഇടും എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന നമ്മുടെ ഫൗണ്ടൈനെയാണ് കാണുന്നത്. ഇത് ചാൾസ് കെട്ടിയിട്ടൊരു ഫൗണ്ടൈൻ അല്ല, ഇത് വേറെ ഫൗണ്ടൈനാണ്, അതും ടീനേജ് പ്രായത്തിലുള്ള ഫൗണ്ടൈൻ. അവിടെയുള്ളതും സ്ഥിരം അതേ റുട്ടീൻ തന്നെയാണ്. എഴുന്നേക്കുന്നു, ജിമ്മിൽ പോകുന്നു, നേരെ മാർക്കറ്റിൽ ചെല്ലുന്നു, സ്ക്രാച്ച് കാർഡ് വാങ്ങുന്നു, ഡ്രിങ്ക്സ് കൊടുക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ഫ്രോഗിന് ഒഴിക്കുന്നു. ബട്ട് ആ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവന്റെ വീട്, ജിമ്മ്, മാർക്കറ്റ്, ആ ഒരു ഡ്രിങ്ക്സ്, അവൻ ഒഴിച്ചു കൊടുക്കുന്ന ഫ്രോഗ് എന്ന് പറയുന്ന വ്യക്തി. സോ ആകെ മുതൽ റുട്ടീനൊക്കെ സെയിം ആണെങ്കിലും ആ ഒരു ഹോൾ ടൗൺ ഗ്ലെൻ അല്ല, വേറെയാണ്. ദെൻ ഇവന്റെ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഇവൻ TV ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂസിൽ ഈ ഒരു ഗ്ലെന്നിൽ നടന്ന ഒരു എക്സ്പെരിമെന്റ് ഫൂട്ടേജ് എല്ലാം അവർ കാണിക്കുന്നത്. അതിലെ റിപ്പോർട്ടർ നമുക്ക് ഓരോ ക്ലോൺസുമായിട്ട് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് മൈക്കും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ അതിലൊരാളാണ് നമ്മുടെ ഫൗണ്ടൈൻ. ഇത് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട് പറയുക, അളിയ ടൈറോണ് ഇത് നീയല്ലേ, നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് കേൾക്കുന്ന അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ടീൻ ഫൗണ്ടൈൻ, ആക്ച്വലി അവന്റെ പേരെന്ന് പറയുന്നത് ഇവിടെ ടൈറോൺ ആണ്. അവൻ എന്തവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ അവൻ ഭയങ്കര ഷോക്കായിട്ട് അത് ഇങ്ങനെ നോക്കുക. ഇവിടെയാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. സോ പടത്തിന്റെ പേരായിട്ടുള്ള ദേ ക്ലോൺ ടൈറോൺ എന്ന് പറയുന്നത് ഈ ഒരു അവസാനമാണ് കാണിക്കുന്നത്. ഭയങ്കര കോക്കി ആൻഡ് ഫണ്ണി ആയിട്ടുള്ള ഒരു സറ്റയറിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. പടത്തിന്റെ ക്ലൈമാക്സ് പോർഷൻ ആവുന്ന സമയത്ത് ഓൾഡ് ഫൗണ്ടൈൻ ഒരു കാര്യം പറയുന്നുണ്ട്. Assimilation is better than annihilation. ഇത് അസിമിലേഷൻ ഈസ് ബെറ്റർ ദാൻ അനൈലേഷൻ. ഇത് ഭയങ്കര റെലവൻ്റ് ആണ്. അതായത് ഇന്നും പല രാജ്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഈ പറയുന്ന പല ബ്ലഡ് ലൈൻസുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനം അവർ ആൾറെഡി എടുക്കുന്നുണ്ട്. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ അയ്യോ അത് ശരിയാവില്ല, അത് നമ്മുടെ കൂട്ടരല്ല, അത് നമ്മുടെ ആളല്ലോ, ആ ചിന്ത അതങ്ങ് അത്ര പെട്ടെന്നൊന്നും വിട്ടു പോകത്തില്ല. അത് വിട്ടു പോകണമെങ്കിൽ അവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പടത്തിൽ കാണിച്ച പോലെ തന്നെയാണ്. ഒരു ഡൗട്ടും ഇല്ല അതിൽ. പടത്തിന്റെ വെരി ഫസ്റ്റ് ഷോട്ട് ആ ഒരു ടൗൺ കാണിക്കുന്ന സമയത്ത് രണ്ടുപേരും ഇങ്ങനെ തർക്കിക്കുന്നുണ്ടാവും. ആ ക്യാമറ പാൻ ചെയ്ത് വരുന്നത് ആ ഒരു ചുമരിലൊട്ടിച്ച ഒരു വൈറ്റ് പേഴ്സന്റെ കണ്ണിൽ നിന്നാണ്. അവരുടെ നിരീക്ഷണത്തിൽ, അവരുടെ ഒബ്സർവേഷനിൽ, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ ഈ സോ കോൾഡ് സിസ്റ്റവും ഗവൺമെന്റും അവരുടെ ആ ഒരു നിരീക്ഷണത്തിലാണ് ഇവിടെ എന്ന് പറയുന്ന കാര്യം ഈ ഒരു ഒറ്റ ഷോട്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ലാബിനുള്ളിലും ഒരുപാട് വേർഡിങ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിരുന്നു ഈ ഒരു യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം. അതിൽ ആ ഒരു വൈറ്റ് പേഴ്സൺ സയന്റിസ്റ്റിന്റെ കോട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പോസാണ് കൊടുക്കുന്നത്. അതും പോരാഞ്ഞിട്ട് താഴെ വിന്നിങ് ദ റേസ് ഓഫ് ദി ഫ്യൂച്ചർ എന്ന്. ഇവിടെ എഴുതിയിരിക്കുന്ന റേസ് ഉണ്ടല്ലോ, അതിന് പല അർത്ഥങ്ങളുണ്ട്. ഇതിൽ അവർ റിലീജിയൻ യൂസ് ചെയ്ത വിധവും ഭയങ്കര കണ്ണിങ് ആണ്. കർത്താവിനെ അല്ല ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്ന ഓൾഡ് ഫൗണ്ടൈനെയാണ്. അവൻ്റെ തീരുമാനങ്ങൾ നമ്മൾ വിശ്വസിക്കണം എന്ന് പോലും. നമ്മളൊരു മൃഗത്തിനെ വളർത്തുന്ന എങ്ങനെയാണ്, അതിനിങ്ങനെ ടേം ചെയ്ത് അതിനെ ഒബീഡിയൻ്റ് ആയിട്ട് വളർത്തും. അങ്ങനെയാണ് ഈ ഒരു ടൗണിനകത്ത് ഈ ഒരു ആളുകളെല്ലാം തന്നെ ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ യൂസ് ചെയ്യുന്ന ടൂൾ പലതും പലതാണ്. ഒരു സൈഡിൽ റിലീജിയൻ ആണെങ്കിൽ ഒരു സൈഡിൽ കോസ്മെറ്റിക് ആണ്, ഫുഡായിട്ടാണ്, മ്യൂസിക്, ഡ്രഗ്സ്, സെക്സ്, ഇങ്ങനെ പല രീതിയിൽ. തൻ്റെ അനിയന് സംഭവിച്ച അനീതി തടയാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയിൽ അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ അവനെ സിസ്റ്റം ഫോഴ്സ് ചെയ്യുകയാണ്. ഒപ്രഷനെ എതിർത്ത ആൾ തന്നെ ആ ഒരു ഒപ്രസർ ആയിട്ട് മാറുന്നു. ഇത് ഇവിടെയും ഇല്ലേ? The powers that be, the invisible people above me who pull the strings, weren't getting the results they wanted. ഈ പടത്തിൽ ഒരുപാട് റെഫറൻസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പോപ്പ് കൾച്ചറിൽ. അതിലും കൂടുതലും മ്യൂസിക്കും റാപ്പിനും ഉണ്ടായിരുന്നു. എനിക്ക് അതൊന്നും പോലും കിട്ടിയില്ല, പക്ഷേ ഈ ഒരു പോപ്പ് കൾച്ചറിൽ കുറേ സാധനമൊക്കെ എനിക്ക് കിട്ടി. നാൻസി റൂവിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ ക്ലോക്ക് വർക്ക് ഓറഞ്ച് ആ ഒരു ഷോട്ട് എക്സാക്ട് റെപ്ലിക്കയാണ്. ഹാനിബൽ ലെക്ടറിൻ്റെ ക്യാരക്ടർ, അതായത് നമ്മുടെ സൈലന്റ് ഓഫ് ദി ലാംസ്, ഇങ്ങനെ കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് പരിപാടികൾ ഇടയിൽ പോകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യോയോ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആകുമത്തിൽ ദേ ക്ലോൺ ടൈറോൺ എന്ന് പറയുന്ന ഈ ഒരു പടം കണ്ട സമയത്ത് എനിക്ക് അത്യാവശ്യം ഒരു ഫ്രഷ് ഫീൽ കിട്ടി. യെസ്, പടം വിയേർഡാണ്, നല്ല പോലെയാണ്, അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം സെൻസിബിളും ആണ്. അതാണ് എനിക്ക് ഈ ഒരു
പടം ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു റീസൺ. പടം അതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ദേ ക്ലോൺ ടൈറോൺ നെറ്റ്ഫ്ലിക്സിലുണ്ട്. മറ്റൊരു ദിവസം മറ്റൊരു ചിത്രമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.